കേൾക്കണമോ? ആമേൻ. അവിടെ വായിച്ച വാക്യത്തിലേക്ക് വരാം. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ അധ്യായം അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 14 മുതൽ 17 വാക്യം വരെ ഒന്ന് വായിച്ചേ. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ, മനുഷ്യന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർഷേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അന്നേരം യഹോവയുടെ ദൂതൻ യെബൂസ്യൻ അരവ്നയുടെ മെതിക്കളത്തിനരികെയായിരുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്. ഈ ആടുകൾ എന്ത് ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. നോയിക്കേ, ഈ ദൂതന്റെ പേര് കണ്ടോ? എന്താ ദൂതന്റെ പേര് നിങ്ങൾ വായിച്ചെന്നറിയാമോ? എന്താ? നാശം ചെയ്യുന്ന ദൂതൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എല്ലാ ദൂതനും തുണയ്ക്കത്തില്ല. അടി കൊടുക്കാൻ പ്രത്യേകിച്ച് ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ തലയ്ക്കൊരു ദൂതൻ, കൈക്കൊരു ദൂതൻ, കാലിനൊരു ദൂതൻ. ഓരോ ദൂതന്മാർ വിനാശം വിതയ്ക്കാൻ ഓരോ ദൂതന്മാരെ ഇവിടെ ആക്കി വെച്ച് നോക്കിയേ. ദൂതനോട് മതി, നിന്റെ കൈ പിൻവലിക്ക, മതി, നീ ഇത്രയും പേരെ കൊന്നത് മതി. എത്ര 3 ദിവസം കൊണ്ട് അവിടെ ജനത്തെ കൊന്നൊടുക്കുകയാണ്. സ്തോത്രം. ആമേൻ. ഇവിടെ നോക്കിയേ. പ്രൈസ് ദി ലോർഡ്. ആ ദൂതനെ അവന്റെ മുമ്പിൽ ആ ദൂതനെ കണ്ടപ്പോ അനുതപിച്ചു. യഹോവ അനർത്ഥത്തെ കുറിച്ച് എന്ത് ചെയ്തു? അനുതപിച്ചു. ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്. അപ്പൊ എന്താണ് നാശം? പ്രൈസ് ദി ലോർഡ്. ഇതുവരെ ആ ദേശത്ത് സംഭവിക്കാത്തതിനെ കുറിച്ച് ജനം ഒട്ടാകെ വിലപിച്ചു മുൻപിലോട്ട് വരുമ്പോൾ ഒരു നാശത്തിനെ വിതയ്ക്കുന്ന ഒരു ദൂതനോട് പറയുക, മതി, നിർത്ത്. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രിയിൽ ദൈവം ചിലതിനെ കൽപ്പിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുരോഹിതൻ തെറ്റ് ചെയ്താൽ ആടി കിട്ടുന്നത് ആടുകൾക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, 17 വാക്യം കണ്ടോ വായിച്ചത്? നിന്റെ കൈ എനിക്കും എൻ്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ദൈവകുഞ്ഞെ, ഇന്ന് രാത്രിയിൽ ഈ ദൂതൻ ദാവീദിന്റെ കുടുംബത്തെ അടിച്ച് തകർക്കേണ്ട ദൂതൻ ആടുകളെ കൊല്ലാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 1 2 അല്ല, 3 ദിവസം കൊണ്ട് 70,000 പേരെ കൊന്നു തള്ളാനായി ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഇടയനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇടയൻ ചെയ്യാതിരിക്കുമ്പോൾ അതിന് വിരോധമായി ഇടയൻ സഞ്ചരിക്കുമ്പോൾ വില കൊടുക്കാതെ ആടുകൾക്ക് വേണ്ടി കരയാതെ, ആടുകൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കാതെ താൻ ബോധിക്കുന്നത് പോലെ പോകുമ്പോഴാണ് അവിടെ ന്യായവിധി ഇറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കോളേജിൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവം പറയുന്നത് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വ്യാഖ്യാനങ്ങൾക്കൊന്നും പോണ്ട, ഒത്തിരി തിയോളജി ഒന്നും പഠിക്കേണ്ടതല്ല കാര്യം. നമ്മൾ ദൈവവചനത്തെ ശരിക്കൊന്ന് മനസ്സിരുത്തി കൃപയിൽ നിന്ന് ദൂതനോട് കൂടെ ഇരുന്ന് പഠിച്ച് മുഴങ്കാലിൽ നിന്ന് ദൈവകൃപ പ്രാപിച്ച് മുൻപിലോട്ട് നിങ്ങൾ കാൽച്ചോട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ശത്രുവിന്റെ നേരെ ഓരോ അസ്ത്രങ്ങളായി വരണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ജനം പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ
ആമേൻ സ്തോത്രം, ഇടയന്മാര് ഏറ്റവും കൂടുതൽ സഭയെ നോക്കാതെ, വിശ്വാസ കുടുംബങ്ങളെ നോക്കാതെ സഞ്ചരിക്കുന്ന ഇടയന്മാരെ നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു കോവിഡ് വന്നപ്പോൾ ആലയത്തിന് വരുമാനമില്ല എന്ന് പറഞ്ഞ് അടച്ച് വീട്ടിലിരുന്ന ഇടയന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാ അത്ഭുതം, ഇതാ എന്ന് പറഞ്ഞ് സഞ്ചരിച്ച ഇടയന്മാരുണ്ട്. എന്നാൽ നോക്കൂ, നിങ്ങൾക്കറിയോ, ഇന്ന് നൂറുകണക്കിന് സഭകൾ പൂട്ടിക്കിടപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിൽ ആരാധിച്ചതും അതിൽ കൊടുത്ത തിരുമേശകൾ, അവിടെ വന്ന് രക്ഷിക്കപ്പെട്ടവർ, അവിടെ വന്ന് സ്നാനമേറ്റവർ, അവിടെ വന്ന് കാര്യാദികൾ ചെയ്തവർ, അവിടെയെല്ലാം ആമേൻ ദൈവത്തിന്റെ കോപം ഇറങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളിൽ കർത്തൃവേലയിൽ ശക്തരായി വരണം. അതാ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അതാ ഇവിടെ നോക്കിയേ, ദാവീദിന്റെ മേൽ ദാവീദ് ചെയ്ത കുറ്റത്തെ ആമേൻ ദൈവം ആടുകളുടെ നേരെ ദൂതനിറങ്ങി ആമേൻ നാശം വിതപ്പാനിടയായി. ഒരു സൈഡിൽ ഇത് കൊല്ലുവാൻ തുടങ്ങി. ദൈവകുഞ്ഞ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി നിൽക്ക്. ആമേ കുറവുകളെ, അതാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞെന്നറിയാമോ, രാത്രി നീ എൻ്റെ കിടക്കമേൽ ഇറങ്ങി വന്നു, എന്നെ ശോധന ചെയ്തു, എൻ്റെ കുറവിനെ നീ കണ്ടില്ല, കണ്ടുപിടിച്ചില്ല. അവൻ രാവ് മുഴുവനും ദൈവസന്നിധിയിൽ മുഴങ്കാലും അടക്കി രാത്രി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ആമേൻ അവൻ എൻ്റെ കുറവുകളെ ഏറ്റുപറഞ്ഞ ദൈവത്തോട്. രാത്രി അവൻ്റെ കിടക്കമേൽ ദൂതനിറങ്ങി. ഇന്ന് രാത്രി ഇത് ദൈവമൈതലേ, നിന്റെ കിടക്കയിൽ ദൂതനിറങ്ങും. നീ കൊടുക്കേണ്ട മഹത്വവും കൊടുത്ത് നടത്തിയ ദൈവത്തിന് നന്ദിയും കരയേറ്റി മുൻപിലോട്ട് പോകാൻ നീ തയ്യാറായാൽ ദൂതൻ നിന്റെ കിടക്കയിൽ വന്ന് നിന്നെ അരിച്ചു പറക്കുമ്പോൾ ഒരു കുറവും കണ്ടുപിടിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ആമേൻ കർത്താവ് തന്നെ പറയും, യേശുവിന് 2-3 പേർ പറഞ്ഞേ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ വന്നാലും അവിടെ ഞാൻ ഉണ്ടെന്ന. ആമേ ഇത് തിരിച്ചറിയുന്ന ദൈവദാസന്മാർ ഇന്ന് നൂറുകണക്കിന് പേരുണ്ട്. ആമേ സ്തോത്രം. അവരൊക്കെ നിൽക്കുന്നത് ആ 2-3 പേരെ വച്ചിരിക്കാനല്ല ദൈവം പറഞ്ഞത്. പക്ഷെ അവിടെ ആ ഒരു വാക്കുള്ളത് കൊണ്ട് നമുക്ക് കളയാൻ പറ്റില്ല. ഒരു ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയുള്ളതായതുകൊണ്ട് വില കൊടുക്കുന്ന ഇടയന്മാര് ഇന്ന് നമുക്ക് നമ്മുടെ ചുറ്റും ഉണ്ട്. അതുകൊണ്ട് ദൂതന്മാർ അവർക്ക് തുണയാണ്, ദൂതന്മാർ അവർക്ക് കാവലാണ്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും, അവരെ സഹായിക്കും. അവിടെ വരുന്ന ജനത്തെ എണ്ണിയല്ല കണക്ക് ബോധിപ്പിക്കുന്നത്. ആമേ സ്തോത്രം. ആമേ പറഞ്ഞ് പേര് കുടുംബവും പറഞ്ഞ് വ്യക്തികളെ പറഞ്ഞ് കർത്താവിൽ ഓരോ ആഴ്ചയും സമർപ്പിക്കുന്ന ഇടയന്മാര് ഇന്ന് നമ്മുടെ ചുറ്റുപാട് ഉണ്ട്. പക്ഷെ ഇന്ന് രാത്രി നാശം വിതയ്ക്കുന്ന ദൂതന്റെ കയ്യെ തിരിച്ചു വലിക്കാൻ പറയുന്ന ഒരു ദാവീദ് ഇന്ന് രാത്രി ദിനത്തിനു നേരെ ആമേ ഇറങ്ങി നിൽക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവകുഞ്ഞെ നിന്റെ ജീവിതത്തിലേക്ക് ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ ആമേൻ ആഞ്ഞടിക്കുമ്പോൾ മുഴങ്കാൽ മടക്ക്, കുറവിനെ ഏറ്റുപറഞ്ഞു. ആമേൻ നാശം വിതയ്ക്കുന്നവന്റെ കയ്യെ തിരിച്ചു വലിക്കാൻ ഈ നാഴികയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചിലയിടത്തൊക്കെ നാശം വിതയ്ക്കുന്ന ചിലയിടത്തൊക്കെ ചില പട്ടണങ്ങളിൽ ചില ജില്ലകളിലും ആമേൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അഹോരാർത്ഥം പിശാച് കിണഞ്ഞു പരിശ്രമിക്കുന്നു. എണ്ണത്തെ കുറയ്ക്കുവാൻ, ശത്രുക്കളെ വർദ്ധിപ്പിക്കുവാൻ, രോഗികളെ എണ്ണം കൂട്ടുവാൻ ശത്രു കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നാശം വിതയ്ക്കുന്ന ആ ദൂതന്റെ കയ്യെ തിരിച്ചു വലിക്കാൻ ഈ നാളുകളിൽ മുട്ടുമടക്കിക്കോ. ചില ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നാഴിക വിദൂരമല്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശ്രദ്ധിക്കൂ, ഈ 70,000 പേരെ ഒറ്റ ദിവസം കൊണ്ട് കൊന്നതല്ല, 3 ദിവസം. പ്രൈസ് ദി ലോർഡ്. 3 ദിവസം. ഈ 3 ദിവസം കൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഈ ആടുകളെ കണ്ടുപിടിച്ച് അരിഞ്ഞു തള്ളുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണക്ക് കൊടുക്കേണ്ടി വന്നു. ദാവീദ് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നോക്കൂ, 1,85,000 പേരെ അശൂർ പാളയത്തിൽ ഒരു ദൂതൻ ഒറ്റ ദിവസം, ഒരു രാത്രി കൊണ്ട് വെട്ടി വീഴ്ത്തിക്കളഞ്ഞു. ശക്തിയേറിയ ദൂതന്മാരുണ്ട് ഇതിനകത്ത്. ഒറ്റ ദിവസം 1 മണിക്കൂർ കൊണ്ട് 1000കണക്കിന് പേരെ കൊന്നൊടുക്കാനുള്ള ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 3 ദിവസം കൊണ്ട് കൊല്ലുന്ന ദൂതന്മാരുണ്ട്.
ശക്തി കുറഞ്ഞവര്, ശക്തി കൂടിയവര്, പ്രൈസ് ദി ലോർഡ്, പല നിലയിൽ ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ച് അധികാരങ്ങൾ കൊടുത്ത് നിർത്തുമ്പോൾ, ആമേൻ, ഇയ്യോബിന്റെ അടുത്ത് ദൂതനെ അയച്ചില്ലേ? എന്താ പറഞ്ഞേ? അത് ഏത് ദൂതൻ എന്നറിയാമോ? അത് ഇയ്യോബിന്റെ അടുത്ത് അയച്ച ദൂതൻ, പ്രൈസ് ദി ലോർഡ്, അവന്റെ ശരീരത്തെ കുത്തി 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 പഴിപ്പിച്ച് പ്രാണന്റെ മേൽ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, തൊടാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാക്കി എല്ലാം ചെയ്തോ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അത് ഏത് ദൂതനാ? പ്രൈസ് ദി ലോർഡ്, ബഹളിൽ നിന്ന് വെട്ടി താഴെയിട്ട സാത്താൻ, സ്തോത്രം, വധിച്ചു. എല്ലാം കണക്കും ചോദിച്ചില്ലേ കർത്താവിൻ്റെ മുമ്പിൽ വന്ന്? ആമേൻ. ഒന്നും വിട്ടുപോയിട്ടില്ല. എല്ലാത്തിനെ കണക്ക് ബോധിപ്പിച്ച് കാര്യം കൃത്യമായിട്ടില്ല ചോദിച്ചേ. ദൂതന് അത്രയും ശക്തി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കിക്കേ, അടുത്ത 2 രാജാക്കന്മാരുടെ പുസ്തകം, പ്രൈസ് ദി ലോർഡ്, 19-ാമത്തെ അധ്യായത്തിന് 35-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 2 രാജ 19-ാം അധ്യായം 35. ആമേൻ, സ്തോത്രം. ഒരു ദൂതൻ ഒറ്റ രാത്രി കൊണ്ട് ഈജിപ്തിലെ ആദ്യജാതന്മാരെ ഒക്കെയും നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദൂതൻ. വായിച്ചേ. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. എല്ലാവരും എന്ത് ചെയ്തു? ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. എല്ലാവരും ഒരു രാത്രി കഴിഞ്ഞ് ഒരു പ്രഭാതത്തിലേക്ക് കയറി വന്നപ്പോൾ, ആമേൻ, എല്ലാവരും ശവങ്ങളായി കിടക്കുക. 1,85,000. അപ്പൊ എണ്ണി നോക്കി എത്ര പേര് എണ്ണിക്കാണും? ഇന്ന് രാത്രി ദൈവവൈതലേ, ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ശക്തമായി ചെയ്തെടുക്കാൻ ഈ നാളുകളിൽ ശക്തമായി ദൈവജനം മുൻപിലോട്ട് സമർപ്പിക്കപ്പെട്ട് പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും മുൻപിലോട്ട് വരാൻ തയ്യാറായി കഴിഞ്ഞാൽ ദൈവത്തിന് ഇന്ന് രാത്രി ചിലത് ചെയ്യാനുണ്ട്. ദൂതൻ എവിടെയെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം നടത്താതെ തിരിച്ചു വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഒരു ദൂതൂടെ ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ആമേൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. എങ്ങനെയെന്നറിയാമോ? അവിടെ പറഞ്ഞിങ്ങനെയാണ്, ആമേൻ, എൻ്റെ വായിൽ നിന്നൊരു വചനം പുറപ്പെട്ടാൽ അത് കാര്യം സാധിക്കാതെ തിരിച്ചു മടങ്ങി വരത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ആലോചന, ആമേൻ, കർത്താവിൻ്റെ ആലോചന ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞേതിന്റെ ജീവിതത്തിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം നിറവേറ്റാതെ തിരിച്ച് തമ്പുരാന്റെ അടുത്ത് പോകത്തില്ല. ആ ദൂത് കൃത്യമായി നിറവേറ്റാൻ ദൂതൻ നിന്റെ പിറകെ നടപ്പുണ്ട്. ഒരു ദൂത് പറയുമ്പോൾ, ദേവദാസൻ ദൂത് പറയുമ്പോൾ പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്തോളണം എന്ന് പറയും. ഇന്ന കാര്യങ്ങൾ കൊണ്ട് നടക്കണമെന്ന് പറയും. അത് എന്തുകൊണ്ടെന്നറിയാമോ? അതിൽ നിങ്ങൾ നടക്കാതെ ഇരിക്കാൻ ദൂത് പറയുന്നത്, ദൂതൻ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അത് വിഘടിച്ച് നടക്കുമ്പോൾ ദൂതനൊന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം, ദൂതനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നോട് പറയുക ദൂതൻ, ആമേ, ദൈവാലോചന എന്നോട് പറയുക, ഒരു ദൈവാസം പറയുക, ദൈവദാസന് ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു, പക്ഷെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ നടന്നു പോകണം എന്ന് പറയുമ്പോൾ ഞാൻ പറയണോ അല്ലെങ്കിലും ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആലോചന എനിക്ക് പ്രാപിക്കാൻ കഴിയില്ല. അതിനപ്പുറം വരുന്നത് വിനാശകൻ വിതയ്ക്കും. സാത്താൻ അതിനകത്ത് കയറി കളിക്കും. പ്രൈസ് ദി ലോർഡ്. മറന്നു പോകരുത്, നമ്മുടെ കൂടെ ദൂതനുണ്ട്. ആ ദൂത് കൂടെ വന്നപ്പോൾ ദൂതിന് അനുസരിച്ച് നടക്കാതിരിക്കുമ്പോൾ ആ ദൂത് നിറവേറാൻ കഴിയില്ല. ആ ദൂത് നമുക്ക്, അയ്യോ ഇന്ന് പാസ്റ്റർ ദൂത് പറഞ്ഞു, ആമേൻ, ആ ദൂതിന്റെ മറുവശം ചിന്തിക്കണം. ഇന്ന ദിവസം നിങ്ങൾ ഉപവസിച്ച് കഴിയുമ്പോൾ ഇന്ന കാര്യങ്ങൾ നടക്കും, ദൈവം ചെയ്യിക്കുമെന്ന് പറയുമ്പോൾ ഇന്ന ദിവസം ഭവനത്തിൽ ഉപവാസം വയ്ക്കണം, പ്രാർത്ഥിക്കണം, നിങ്ങൾ മാറിയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുമ്പോൾ, നമ്മൾ മറ്റു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, നമ്മെ പുഷ് ചെയ്യുന്ന ദൂതൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. പുള്ളിക്ക് വേറെ ഒരു റോളുമില്ല നമ്മെ അതിലേക്ക് നയിക്കാൻ.
ഉപവസിക്കാൻ നമ്മൾ ഡേറ്റ് കുറിച്ചു. പക്ഷെ ആ ഉപവാസത്തിന് ഡേറ്റ് കുറിക്കുന്ന മുമ്പേ ദൂതനെ മറ്റവൻ ഏറ്റെടുത്തു, സാത്താൻ. നിന്റെ പ്രാർത്ഥന ഞാൻ കാണട്ടെ. ആമേൻ. അന്ന് വേറെ ഏതെങ്കിലും അത്യാവശ്യമായിരിക്കും, അതിൻ്റെ പിറകെ പോകും. നാളെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ? ഇല്ല, മറ്റന്നാൾ പ്രാർത്ഥിക്കാം. ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവന്റെ പരിപാടിയാ, വിനാശകന്റെ പരിപാടിയാ. അവൻ ഇങ്ങനെ തെറ്റിച്ച് കൊണ്ടുപോകും. പക്ഷേ അവിടെ സറണ്ടറായി നോക്ക്, ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കാൻ പോകയാ, ഇനി എന്ത് വന്നാലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് ചിന്തിച്ച് നമ്മൾ അതിലേക്ക് മാറിയാൽ ദൈവം ചില കാര്യങ്ങൾ ശക്തമായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രത്യേക ദൂതന്മാരെ നിങ്ങളുടെ അടുത്ത് ദൈവം നിർത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, ഞാൻ സഞ്ചരിച്ച വാഹനത്തിൻ്റെ അകത്ത് ദൂതൻ ഇരിക്കുന്നതായി, ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നതായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പറയട്ടെ, ദൈവ ആലോചന നമുക്ക് വചനപ്രകാരം തന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് 1% പോലും മാറി നിൽക്കാൻ നമുക്ക് അനുവാദമില്ല. അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു ദൈവപൈതലെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവകുഞ്ഞിന് ഒരാലോചന തന്നാൽ അതിനകത്ത് നിങ്ങൾ നിൽക്കാൻ ബാധ്യസ്ഥരാണ്. ആലോചന വരുമ്പോൾ തന്നെ ഈ ആലോചന സാത്താനും കേൾക്കുന്നുണ്ട്. ആമേൻ. ഇവൻ ഇതിനെ എങ്ങനെയെങ്കിലും മറച്ചു കളയാനുള്ള പദ്ധതികൾ അവൻ ഒരുക്കുന്നതിന് മുൻപേയാണ് ദൈവം പറഞ്ഞത്, ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ ഇരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറായി അതിനകത്ത് നമ്മൾ ആമേൻ, സ്തോത്രം, ഇരുന്നില്ലാത്ത പക്ഷം ആമേൻ, ആ ദൂത് എവിടെയെല്ലാം പോകുമെന്ന് അറിയാമോ? ഭയങ്കര പ്രശ്നമായിരിക്കും. ഭവനം മുതൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം മുതൽ ജോലി സ്ഥലം, ഉപജീവന വഴികൾ, ശുശ്രൂഷകൾ എല്ലാം അവിടെ താളടിയായി പോകും. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥലങ്ങളിൽ ആമേൻ അതിശക്തമായി ദൈവം നമ്മെ നിർത്തുമ്പോൾ അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു വ്യക്തിയുണ്ട്, അത് ദൂതനാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ഹല്ലേലൂയ. നോക്കിക്കേ, പ്രൈസ്. അടുത്ത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വായിക്കുന്നത് 12-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ഇന്ന് രാത്രി ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വേദാംശത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. വായിക്കാം. അർദ്ധരാത്രിയിലോ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതന്മാർ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതന്മാരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും എല്ലാം യഹോവ സംഹരിച്ചു. ഒരു സംഹാര താണ്ഡവം അവിടെ മുഴങ്ങി. സകലത്തിന്റെ മേലും ഒരു സംഹാരകൻ അവിടെ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദൂതന്മാർക്ക് നമ്മെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ് ദൈവം ഏൽപ്പിച്ചെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യും. 2, ദൂതന്മാർ നമ്മെ പ്രാർത്ഥനയ്ക്കാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവം അയച്ചെങ്കിൽ പ്രാർത്ഥനയിൽ പ്രൊട്ടക്ട് ചെയ്യും. ദൂതന്മാരെ വാഹനത്തിൽ പ്രൊട്ടക്ട് ചെയ്യാനാണ് അയച്ചെങ്കിൽ വാഹനത്തിൽ പ്രൊട്ടക്ട് ചെയ്യും. പഠിക്കാനാണ് കർത്താവിൻ്റെ ദൂതനെ ദൈവം അയച്ചെങ്കിൽ അതിലേക്ക് ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ശുശ്രൂഷയിലാണെങ്കിൽ ഉറപ്പായിട്ടും ശുശ്രൂഷയിൽ പ്രൊട്ടക്ട് ചെയ്യും. അതിൻ്റെതായ ആഴത്തിലേക്ക് നമ്മൾ പ്രാർത്ഥിച്ചും ജാഗരിച്ചും മുൻപിലോട്ട് വരികയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതന് നിന്നെ ഒരു ആയുധമാക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കൂ, ഇതിനകത്ത് നിന്ന് വെളിപ്പെട്ടതുണ്ടോ? ആമേൻ, സ്തോത്രം. ഈ ദൂതനെന്ന് പറഞ്ഞാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഒരു ഭയങ്കര സംഭവം അവിടെ ചെയ്തേ. ഒന്ന്, ഈ മനുഷ്യന്റെ ഹൃദയത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ ബാധ അയച്ചു വന്നപ്പോഴും ഈ മനുഷ്യന് ഒരു അനക്കവും ഇല്ല. സ്തോത്രം. എന്നാൽ തുടങ്ങി അവന്റെ കുടില് മുതൽ കുണ്ടറയ്ക്കകത്ത് കിടക്കുന്നവന്റെ സകലത്തിൻ്റെയും കടിഞ്ഞൂലുകളെ വരെ ദൈവത്തിന്റെ ദൂതനിറങ്ങി ഒരു സൈഡിൽ നിന്ന് അങ്ങ് പയറ്റി. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ദൂത് അറിയിച്ചില്ലേ? ഒന്ന് കീഴ്പ്പെട്ടൂടെ? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കാര്യമുണ്ട് കേട്ടോ. ഒരു കൊച്ചുകുട്ടി എന്നോട് ദൂത് പറഞ്ഞാലും
ആമേൻ. ഇന്ന് ഈ കോളേജ് നിങ്ങൾ ഈ കോളേജിൽ വന്ന കഴിഞ്ഞ 2 വർഷവും അല്ലെങ്കിൽ വരുന്ന കോളേജിൽ വന്ന കാര്യം ഒരു കുഞ്ഞു ദൂത് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഇന്നേക്ക് വർഷം മുമ്പ് ഒരു 10, 28, 29 വർഷം മുൻപ് ഞാൻ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന സമയത്ത്, അനുഭവമായി ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞ ദൂതാ. പ്രൈസ് ദി ലോർഡ്. അതിന് പറയാൻ തന്നെ തിരുന്തി വരുന്നില്ല. ഏകദേശം 9 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി, സ്തോത്രം, അന്ന് പറഞ്ഞ ദൂതാണ്. അന്ന് ആ ദൂതിനെ അത് വേഗത്തിൽ ക്യാച്ച് ചെയ്തു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയില്ല. സ്തോത്രം. ഹൃദയത്തിന്റെ ഏതോ ഭാഗത്ത് ഞാൻ കുറിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും ആ ദൂത് നിറവേറി നോക്കിയേ. സ്തോത്രം. ഇതിപ്പോൾ നിറവേറേണ്ട ദൂതല്ല, കുറച്ചുകൂടെ നേരത്തെ നിറവേറേണ്ടതായിരുന്നു. എൻ്റെ പ്രാർത്ഥനാക്കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ദൂത് വൈകിയത്. പക്ഷേ ഭാരപ്പെടണ്ട. ഹബക്കുക്ക് പറയുന്നതെന്നറിയാമോ? വൈകിയാലും അതിനായി കാത്തിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എപ്പോഴാണോ അതിലേക്ക് ഇറങ്ങുന്നത് അവിടെ വച്ച് ദൈവം പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെയാണ് പത്രോസിനോട് പറഞ്ഞതുപോലെ നീ ഇനി മീൻ പിടിക്കണ്ട, പിന്നെന്താ? മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞിനോട്, നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രി ദൂത് പറയുന്നത്, നീ ഇനി മീൻ പിടിക്കുന്നവനല്ല, മനുഷ്യനെ പിടിക്കുന്നവനായി അത് ആക്കി നിന്നെ മാറ്റുന്ന സമയത്ത് നിന്റെ മേലൊരു പുതിയ ദൗത്യം നൽകാൻ ഒരു പ്രത്യേകിച്ച് ദൂതനെ ദൈവം ഇറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ ചിന്തിച്ചില്ലേ? അബ്രഹാമിന്റെ വീട്ടിൽ വന്ന 3 ദൂതന്മാർ. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ വരുന്നു. ആ ദൂതന്മാരെ കണ്ടവൻ നിലംബരെ കുനിഞ്ഞു ചെന്ന് അസാരം വെള്ളം കൊണ്ടുവന്നവരെ കാലുകളെ കഴുകി വൃക്ഷച്ചോട്ടിൽ ഇരുത്തിയ ശേഷം അവൻ നേരെ ചെന്ന് തടിച്ച കാളക്കുട്ടിലെ ആ തൊഴുത്തിലേക്ക് ചെന്ന്, ഗോശാലയിലേക്ക് ചെന്ന് അതിനകത്തുനിന്ന് കാളക്കുട്ടിയെ എടുത്ത് പാചകം ചെയ്യാൻ കൊടുത്ത ശേഷം അടയുണ്ടാക്കാൻ മാവ് എടുത്ത് സാറായിൽ കൊടുത്തിട്ട് സ്തോത്രം, അവൻ വന്ന് ദൂതന്മാർ അടുത്തിരിക്കുക. ഇന്ന് രാത്രി ദൈവമൈതലേ, ദൈവത്തിന്റെ ദൂതന്മാരെന്ന് കണ്ട് അബ്രഹാം അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, എന്നാൽ സോദോമിലേക്ക് പോയപ്പോൾ ഈ ദൂതന്മാർ 2 വഴിയായി തിരിഞ്ഞു. ഒന്ന്, ഈ സോദോം നശിപ്പിക്കാൻ 2 ദൂതന്മാർ പോയി. അത് നമ്മൾ ഇന്നലെ പഠിച്ചതാ. പക്ഷെ ഒരു ദൂതൻ അവിടെ നിന്ന് മാറി, 2 പേര് പോയി. ആ ഇടിവിൽ നിന്ന് മധ്യസ്ഥ അണച്ച അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ് സോദോമിനകത്ത് പാർത്ത ലോത്തിനെയും തലമുറകളെയും തന്റെ കുടുംബത്തെയും വിടുവിച്ച് അടുത്തുള്ള പർവ്വതത്തിലേക്ക് ഓടി രാപ്പാർക്കാൻ ദൂതൻ പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിൽ ഒരു മധ്യസ്ഥ ഉണ്ടായിരുന്നു, ഒരു ഇടിവിൽ നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ഇടിവിൽ നിൽക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൂതന്റെ വരെ അധികാരത്തെ മാറ്റാൻ ഒരു ഇടിവിൽ നിന്നുള്ള മധ്യസ്ഥതയ്ക്ക് കഴിയും. മധ്യസ്ഥ എന്തെന്നറിയാമോ? മധ്യസ്ഥ പ്രാർത്ഥന എന്തെന്നറിയാമോ? മധ്യസ്ഥതയ്ക്കകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടും. മധ്യസ്ഥ എന്ന് പറയുന്നത് ദൈവവും ആ മനുഷ്യരുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ്. എൻ്റെ കുഞ്ഞിന് ഇന്ന ആവശ്യമുണ്ട്, എൻ്റെ കുടുംബത്തിന് ഇന്ന ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നെടുമ്പാട് വീണ് കരയുന്ന ഒരു മധ്യസ്ഥൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ ദൂതന്റെ ആലോചന വരെ മറിക്കാൻ ആ മധ്യസ്ഥയ്ക്ക് കഴിയുമെന്ന തെളിവ് സോദോമിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി മധ്യസ്ഥതയ്ക്ക് വിലയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവകുഞ്ഞെ, സകലത്തിൻ്റെയും കുടുംബത്തിനകത്തുനിന്ന് സ്തോത്രം. നോക്കി അവിടെ വായിച്ചെങ്ങനെയാണ്? ഒരു ദൂതൻ ഒറ്റയ്ക്ക് രാത്രി ഈജിപ്തിലെ ആദ്യജാതന്മാരായ പ്രൈസ് ദി ലോർഡ് ഒക്കെയും നശിപ്പിച്ചു. എല്ലാരെയും നശിപ്പിച്ചു. ആദ്യം വന്ന എല്ലാവരും നശിപ്പിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മിസ്രയീമിന്റെ അകത്തളങ്ങളിലേക്ക് ദൈവത്തിന്റെ ദൂതന്മാരുടെ കരമിറങ്ങിയപ്പോൾ പല പ്രാവശ്യം വാണിംഗ് കൊടുത്തു. വാണിങ്ങിനൊന്നും നിൽക്കാതെ വന്നപ്പോൾ ഒന്നൊന്നായിട്ട് തകർക്കാൻ തുടങ്ങി. സ്തോത്രം. അതിന് പ്രത്യേകിച്ച് ഓരോരുത്തരും ദൈവം ആക്കി വച്ചിട്ടുണ്ടെന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നോക്കൂ, അടുത്ത് നമ്മൾ വായിക്കാൻ പോകുന്ന മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 24-ാമത്തെ അധ്യായത്തിൽ 30-ഉം 31-ഉം വാക്യം, 30-ഉം 31-ഉം വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. 30-ഉം 31-ഉം
അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്തിൽ വിളങ്ങും. സ്തോത്രം. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും, ആമേൻ സ്തോത്രം, നോക്കിക്കേ, സകല ഗോത്രങ്ങളും, എത്ര ഗോത്രം ഈ ഭൂമിക്കകത്തുണ്ടോ അത്രയും ഗോത്രങ്ങൾ 1 2 3 4 5 6 7 8 9 10 11 12 ഗോത്രങ്ങളും ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട്, ആമേൻ സ്തോത്രം, ആ തേജസ് വെളിപ്പെടുന്നത് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളുടെ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. 31 വാക്യം പറയുന്നു, അവൻ തന്റെ ദൂതന്മാരുമായി കാഹളനാദത്തോട് കൂടെ അയക്കും. അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ ആറുതി മുതൽ ആറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ആറുതി മുതൽ ആറുതി വരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിയേ, അവൻ മഹാകാഹളനാദത്തോടെ എന്ന് പറഞ്ഞാൽ ദൂതന്മാരുടെ ഒരു ആഘോഷം വരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ദൂതന്മാർ ഇന്ന് രാത്രി വൃതന്മാരെ, ആമേൻ, വരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു എന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. വൃതന്മാരെ വരെ തെറ്റിക്കുന്ന കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൃതന്മാരെ വരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ പറയുന്ന വാക്ക് കേട്ടോ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 24:30-31 വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ പറയുന്നു, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളനാദത്തോടും കൂടെ അയക്കും. മഹാകാഹളനാദം, ഇതുവരെ കേൾക്കാത്ത ഒരു കാഹളനാദം നിന്റെ സഭയ്ക്കകത്ത് വെളിപ്പെടാൻ പോകുന്നു. ഇതുവരെ വെളിപ്പെടാത്ത ചില അത്ഭുതങ്ങൾ സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്നു. മഹാകാഹളനാദത്തോട് കൂടെ ഒരു ദൈവം ദൂതന്മാരുമായി ഇറങ്ങി വരാൻ പോകുന്നു. സഭയ്ക്ക് വേണ്ടത് ആലോചനകളാണ്. അതിനകത്ത് പ്രവാചകന്മാരെ സഭയും ദൈവം എണീപ്പിക്കും, പ്രവാചകന്മാരെ സഭയിൽ എണീപ്പിക്കും. എന്നാൽ ഈ കാഹളനാദം കേൾക്കും തൊട്ട് മുൻപേ സഭയ്ക്കകത്തുള്ള വിലക്കുകളെ ദൈവം പൊട്ടിക്കും. സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയ പൈശാചിക ശക്തികളായിരിക്കുന്ന ലൂസിഫറിന്റെ ശക്തികളെ ദൈവം തുടച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ സർവായുധ വർക്കം അഭിഷക്തന്മാരെ കയ്യിലേൽപ്പിക്കും. അവർ പ്രവചിക്കും. അവർ കൈവയ്ക്കുമ്പോൾ ഭൂതങ്ങൾ അലറി ഓടും. ആമേൻ. അകത്തിരിക്കുന്ന വ്യക്തികൾ പ്രവാചകന്മാരായിത്തീരും. അവർ പ്രവാചകിമാരായിത്തീരും. ആ സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മഹാസഭയ്ക്കകത്ത് ഒരു മഹാകാഹളനാദം മുഴങ്ങാൻ പോകുന്നു. വെറുതെയല്ല, സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങി വരുന്ന ഒരു മഹാസദസ് സഭകൾ ഒരുങ്ങാൻ പോകുന്നു. ഒരുങ്ങിയിരിക്കുന്ന സഭകൾക്കായി ദൈവത്തിന് കോടാനുകോടി മഹത്വം അർപ്പിക്കുന്ന രാത്രിയായിരിക്കട്ടെ. കുഞ്ഞാട് രക്തം വില കൊടുത്തു വാങ്ങിയ സകല മനുഷ്യരുടെ മേലും, സകല ജന്തുക്കളുടെ മേലും, സകല അഭിഷക്തന്മാരുടെ മേലും ദൈവത്തിന്റെ കരമിറങ്ങി വരുന്ന സുദിനം വാതുക്കലായി നിപ്പുണ്ട്. ഈ ഭൂമിയിലെ മാത്രമേ മാന്യതയില്ലാതുള്ളൂ. ആമേൻ. ദൈവം നിന്നെ മാനിച്ചാൽ നിന്റെ നിന്നയെ ഊരിട്ടിക്കളയും ദൈവം. അതിനതല്ലേ പറയുന്നത്, നിന്നെ എവിടെയാണോ നിന്ദിച്ചത് അവിടെ നിന്ന് ആ നിന്നയെ തമ്പുരാൻ ഊരിട്ടിക്കളയും. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ നിന്നാണോ നിന്നെ നിന്ദിച്ച് പുറത്താക്കി പടിയടച്ച് കളഞ്ഞത്, നിന്നെ ഇനി ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവാത്മാവ് നിന്നെ എൻകൗണ്ടർ ചെയ്ത് നിർത്തിക്കഴിഞ്ഞെങ്കിൽ അതിൻ്റെ പരമാധികാരം ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിലെ ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം സകലത്തിൻ്റെ കാരണഭൂതൻ ദൈവമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ ദൂതന്മാരുമായി വരുമെന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 12-ാമത്തെ അധ്യായം അതിൻ്റെ ആമേൻ സ്തോത്രം 7 മുതൽ 11 വരെ വായിക്കുമ്പോൾ, ആമേൻ, അപ്പോസ്തലപ്രവൃത്തി 12:7 മുതൽ 11 വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൂതന്മാർ ആമേൻ വീരന്മാരാണ്. ആരാണ് ദൂതന്മാർ? വീരന്മാരാണ്. ആമേൻ. അവർ വീരന്മാരാ, വില്ലാളി വീരന്മാർ. അവർ പടവെട്ടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ, എടുത്തെങ്കിൽ പെട്ടെന്ന് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ.
പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. ഉടനെ അവന്റെ ചെങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ദൂതൻ അവനോട് അരകെട്ടി ചെരുപ്പിട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്ന് ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ച് അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്നു. പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അതവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു, ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം നോയിക്കേ, ഈ ദൂതൻ പത്രോസിന്റെ വിലാപ്പുറം തട്ടുമ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. പക്ഷെ സ്വപ്നം കാണുന്നത് പോലെയാ. കണ്ടോ, ദൂതൻ അവിടെ നിന്ന് അവനെ കൊണ്ട്, അതാരാ അവിടെ എന്താ നേരത്തെ പറഞ്ഞു എന്താ സംഭവിച്ചത്? സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം, ആമേൻ. എന്നാൽ സഭ പ്രാർത്ഥിച്ചെങ്കിലും സഭയ്ക്കകത്ത് ഒരാൾ മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. സ്തോത്രം. ആ ആളിന്റെ പേര് കൂടെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പേര് സഭയ്ക്കകത്തിരിക്കുക, സഹോദരിമാരൊക്കെ ഭയങ്കര പ്രാർത്ഥനയാ. പക്ഷെ അതിനകത്തുള്ള ഒരാൾ മാത്രമേ, അതല്ലേ, ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നോരേകൻ മാത്രമല്ലയോ. ഹല്ലേലൂയ. അത്രയും പേര് പ്രാർത്ഥിച്ചതിൽ ആമേൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചത് അതിനകത്തുള്ള ഒരു പെൺകുട്ടിയാ. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അവൾക്ക് അവിടെ വലിയ പദവിയൊന്നുമില്ല, ചായ ഇടാനും കാപ്പി ഇടാനും അല്ലെങ്കിൽ വല്ല പാചകം ചെയ്യാനുള്ളൊരു പെൺകുട്ടിയാ. പക്ഷെ അവൾ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചു. അവളാണ് ആ ശബ്ദം കേട്ടത്. അവളുടെ പേര് മാത്രമാണ് വേദപുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചത്. അവളുടെ പേര് രോധ എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോധ എന്നൊരു പെൺകുട്ടി. മറ്റെല്ലാവരും കഥകളും കാര്യങ്ങളും പറഞ്ഞ് അവരൊക്കെ അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞിരുന്ന് കാര്യങ്ങളും കഥകളും പറയുമ്പോൾ ഇവൾ പാചകം ചെയ്യും തോറും ആമേൻ അവൾ വെള്ളം തിളപ്പിക്കുമ്പോഴും അവൾ പ്രാർത്ഥിക്കും. ആമേൻ അവൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും. ആമേൻ അവളുടെ പ്രാർത്ഥന സ്വർഗം കേട്ടു. ഇന്ന് രാത്രി സഭയ്ക്കകത്ത പ്രാർത്ഥന പലരെയും വിടുവിക്കാൻ കഴിയും. സഭ നെഞ്ചു കൊടുക്കുന്ന വിഷയത്തിന് ഇന്ന് രാത്രിയിൽ വിടുതലുണ്ട്. അതിനകത്ത് ഈ രാത്രി സ്തോത്രം പറയുന്ന എത്ര പേരുണ്ട്? ചിലപ്പോൾ അല്പമൊക്കെ വൈകിപ്പോയാലും അതിനായി നീ കാത്തിരിക്കുക. അതിന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ വൈകാറുണ്ട്. അതാണ് പ്രവാചകൻ പറഞ്ഞ, വൈകിയാലും കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഓടാൻ പ്രമാണമില്ലല്ലോ. ഹല്ലേലൂയ. മാറേ മധുരമാക്കുന്നവരൻ നമ്മുടെ കർത്താവ്. അതിനകത്ത് നമ്മൾ വിശ്വാസം നിൽക്കുമ്പോൾ അതിനകത്ത് ദൈവത്തിന് വലിയൊരു റിസൾട്ട് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും ഇതുവരെയും കാണാൻ കഴിയാത്ത റിസൾട്ട് ആയിരിക്കും നമ്മുടെ മീറ്റിംഗിൽ വെളിപ്പെടുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നത്. കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവകുഞ്ഞേ, നമ്മൾ എവിടെ പോയാലും പ്രാർത്ഥന വിടരുത്. സ്തോത്രം. ഏത് സ്ഥലത്ത് നമ്മൾ പോയാലും പ്രാർത്ഥന വിടരുത്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗത്തിലെ താക്കോല, കവാടങ്ങൾ തുറക്കാനുള്ളതാ. നിക്ഷേപ പാത്രങ്ങളെ തുറക്കുന്നതാ പ്രാർത്ഥന. താക്കോല് വീട്ടിൽ വച്ചിട്ട് ഞാൻ ഇന്നടുത്ത് പോകുകയാണെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഹല്ലേലൂയ. പോകുന്നിടത്തെല്ലാം മാറോട് ചേർത്ത് വയ്ക്കാൻ, സ്തോത്രം, വേദപുസ്തകത്തെ മാറോട് ചേർത്ത് വയ്ക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ആമേൻ. അവരെ നോക്കി സ്വർഗം പറയുന്നു, നീ പോകുന്നിടത്തെല്ലാം കൃതാർത്ഥനായി മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അകത്ത് പ്രാർത്ഥനയുടെ നാളം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ആമേൻ. അടുത്ത് അതേ അധ്യായം തന്നെ പഠിച്ചു വരുമ്പോൾ
സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103:20 നമ്മൾ പഠിക്കുമ്പോൾ, സങ്കീർത്തനം 103 അധ്യായത്തിന്റെ 20 വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, അവിടെ ദാവീദ് പറയുന്ന ഒരു ദൂത് നമുക്ക് ശ്രദ്ധിക്കാം. 103:20 വാക്യം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാൽ, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട്, എന്ത് കേൾക്കണം? വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന. ഇന്ന് രാത്രി ആജ്ഞ അനുസരിക്കാൻ എത്ര പേർക്ക് ഇന്ന് രാത്രി താല്പര്യമുണ്ട്? ആമേൻ. അടുത്തെന്താ പറയുന്നത് അറിയാമോ? എന്താ പറയുന്നത്? ആമേൻ, വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. യഹോവയെ വാഴ്ത്തുവീൻ. എന്താ അവിടെ ഇങ്ങനെ പറഞ്ഞ വ്യാഖ്യാനം? അവന്റെ ദൂതന്മാരായുള്ളവരെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം നമ്മെ വിളിക്കുന്ന ദൂതന്മാരായുള്ളവരെ, അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരായ ദൈവത്തിന്റെ കുഞ്ഞെ. പലപ്പോഴും നമ്മൾ പറയാറില്ലേ, ഒരു ദൂതനെ പോലെ ആ വ്യക്തി വന്നില്ലായിരുന്നു എങ്കിൽ ഞാൻ അവിടെ പെട്ടുപോകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പറയാറില്ലേ? ആമേൻ. ചിലപ്പോൾ അയ്യോ ഞാൻ അവിടെ നിന്നപ്പോൾ അയ്യോ പെട്ടെന്ന് ആ ഒരു മനുഷ്യൻ ആരും എനിക്കറിയത്തില്ല, ദൂതനെ പോലെ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഇത്ര പ്രതിസന്ധി ഇരുന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ദൂതൻ വന്നതുപോലെ ഇന്ന് രാത്രി. അത് വന്നതുപോലെയല്ല, ദൂതൻ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൂതൻ തന്നെ. വേറെ ആരുമില്ല, ദൂതൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തിരിക്കുന്ന ഇത്രയും കുടുംബങ്ങളെ കർത്താവ് കൊണ്ടുവന്ന് മുഖാമുഖം കാണാത്ത നമ്മളെ, എവിടെയൊക്കെ ജനിച്ച് നമ്മളെ ഇതിനകത്ത് കൊണ്ടുവന്നെങ്കിൽ ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞ് തന്നെയാണ്. സ്തോത്രം. ദൂതന് ഉത്തരവാദിത്വമുണ്ട് കേട്ടോ. ആമേൻ. ഉത്തരവാദിത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ഹെഡിങ് എഴുതിക്കോളൂ. ആമേൻ. ദൂതന്മാർ ആരാണ്? സ്തോത്രം. അല്ലെങ്കിൽ എങ്ങനെ ഉള്ളവരാണ്? ദൂതന്മാർ ആരാണ്? അല്ലെങ്കിൽ എങ്ങനെ ഉള്ളവരാണ്? ബൈബിൾ എന്തു പറയുന്നു? സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൂതന്മാർക്ക് പ്രത്യേകതയുണ്ട്. മനുഷ്യരെക്കാൾ ശക്തിയും, ആമേൻ, പ്രവർത്തിക്കുവാനുള്ള ബലവും ഈ ദൂതന്മാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൂതൻ ആരാ? വായിക്കാം. 1 പത്രോസ് ലേഖനം, 2 പത്രോസ് 2 അധ്യായം അതിൻ്റെ 11 വാക്യത്തിലേക്ക് വരുമ്പോൾ, 2 പത്രോസ് 2 അധ്യായം അതിൻ്റെ 11 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. വായിച്ചാട്ടെ. 2 പത്രോസ് 2 അധ്യായം അതിൻ്റെ 11 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ. പ്രൈസ് ദി ലോർഡ്. എവിടെ? കർത്താവിന്റെ സന്നിധിയിൽ. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതന്മാർക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. വായിച്ചേ. അതിൻ്റെ കുറച്ചുകൂടെ മേളിലോട്ട് 10, 11, 12 വാക്യം ഒന്ന് വായിച്ചേ. ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും, കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്നും വിടുവിപ്പാനും, നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ തന്നെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാപ്പാനും അറിയുന്നുവല്ലോ. ബലവും ശക്തിയുമേറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉച്ചരിക്കാതെ ഇരിക്കെ, ആ ധാർഷ്ട്യമുള്ള തനിഷ്ഠക്കാർ മഹിമകളെ ദുഷിപ്പാൻ ശങ്കിക്കുന്നില്ല. ജാതിയാ പിടിപെട്ട് നശിപ്പാൻ പിറന്ന ബുദ്ധിയില്ലാത്ത ജന്തുക്കളെ പോലെ അവർ അറിയാത്തതിനെ ദുഷിക്കയാൽ അനീതിയുടെ കൂലി അനുഭവിച്ചുകൊണ്ട് സ്വന്തം വഷളത്വത്താൽ നശിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതന്മാർക്കുള്ള ഒരു പ്രവൃത്തി മനസ്സിലാവുന്നുണ്ടോ? ഈ ദൂതൻ ആരാണ്? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞിട്ടും ധാഷ്ട്യം കാണിച്ച് നടക്കുന്ന ചില വ്യക്തികളെ, ആമേൻ, പിടിച്ചു നിർത്തി ന്യായവിധി
കൊടുപ്പാൻ പ്രഖ്യാപിച്ച് ഭൂമിയിലേക്ക് അയച്ച ഈ ദൂതന്മാർ, സ്തോത്രം, ഇവർക്ക് പ്രത്യേക ഒരു ട്രെയിനിങ് ഉണ്ട്. സ്തോത്രം. ഇപ്പൊ BBSന് പഠിച്ചിറങ്ങുന്നവർക്ക് കുറഞ്ഞൊരു 7-8 പാട്ടങ്ങൾ പഠിപ്പിച്ച ഒരു ട്രെയിനിങ് എല്ലാം കൊടുത്ത്, ഡാൻസിന് പ്രത്യേകം സിംഗിള്, ഗ്രൂപ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളത് എല്ലാം കൂടെ ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ പഠിപ്പിച്ചയക്കും. അതങ്ങനെ ഈ ഭൂമിയിൽ നടക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം ദൂതന്മാരെ ഭൂമിയിലേക്ക് അയക്കുന്നത് ഓരോന്നും കൽപ്പിച്ചയക്കുന്ന ദൂതന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഒന്ന്, ബലവും ശക്തിയും ഏറിയ ദൂതന്മാർ കർത്താവിന്റെ സന്നിധിയിൽ അവരുടെ നേരെ ദൂഷണവിധി ഉന്നയിക്കാതിരിക്കെ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ദൂഷണവിധി ഉന്നയിക്കാതിരിക്കെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആരുടെ നേരെ? പലപ്പോഴും ദൈവത്തെ അറിയുന്ന ദൈവജനം പലപ്പോഴും ഒരേ വായിന്ന് സ്തോത്രവും ഒരേ വായിന്ന് കയ്പും പുറപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. ശ്രദ്ധിക്കൂ, ഇതിനകത്ത് ദൈവത്തിന്റെ ന്യായവിധിയുടെ ദൂതന്മാരെ ദൈവം ഇതിനകത്ത് ഇറക്കി വിട്ടിരിക്കുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന്, ആമേൻ, അഥവാ അദർശ്യ മണ്ഡലങ്ങൾക്ക് മീതെ, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ആ മണ്ഡലങ്ങൾക്ക് മീതെ വസിക്കുന്ന ഈ ദൂതന്മാരെ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് ചില ദൂതുകൾ കൊടുത്ത് ഈ ഭൂമിയിലേക്ക് അതിൻ്റെതായ നിലയിൽ അയക്കുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ആമേൻ. അടി കിട്ടുന്നത് അറിഞ്ഞവരും അത് അറിവ് നല്ലവണ്ണം ട്രെയിനിങ് ചെയ്ത് തന്നെ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ചെയ്യുന്നത് അത് അനീതിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മുൻപിലോട്ട് പോകുന്നവരെ പ്രത്യേകിച്ച് പിടിച്ചു നിർത്താൻ ഒരു ദൂതനെ ദൈവം അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഈ നാളുകളിൽ ദൈവസഭ ശക്തമായി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. ദൈവത്തിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഈ നാളുകളിൽ നമ്മൾ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രവർത്തിക്കായി, ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഇന്ന് രാത്രി ആരൊക്കെ നിൽക്കാൻ പറ്റുമോ അവരെ കണ്ടുപിടിച്ച് മാനിക്കുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി നമ്മൾ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ആമേൻ. ഇതിന്റെ ഓരോ വാക്യങ്ങൾ നിങ്ങൾ ധ്യാനിച്ചു നോക്ക്. അടുത്ത് നമ്മൾ വായിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ പറയുന്നു, ആ വാക്യത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന ചില മാർമിക ദൂതുകൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇവർ വരുന്നത് ഭൗമിക പ്രപഞ്ചങ്ങൾക്ക് അതിനും അപ്പുറം ഒരു പടി കൂടെ ഉയരത്തിൽ നിന്നാണ് ഈ ദൂതന്മാർ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഭൗമിക മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയല്ല, അതുക്കുമേലെ ഒരു മണ്ഡലമുണ്ട്. ഇതിനെ 4ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, പൗലൂസ് സ്വർഗവും സ്വർഗാദി 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയാ പൗലൂസ്. അപ്പോൾ അതിനപ്പുറത്തുമുണ്ട് മണ്ഡലങ്ങൾ, മേഘമണ്ഡലങ്ങൾ വരുന്നുണ്ട്. അടുത്ത മേഘമണ്ഡലങ്ങൾ എങ്ങനെയാണ്? ദൈവകുഞ്ഞെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ആയിരിക്കുന്ന മണ്ഡലമേത്? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മളായിരിക്കുന്നത് ഈ ഭൗമിക മണ്ഡലമാണ്. സമ്പത്ത്, മറ്റു കാര്യങ്ങൾ, ജോലി, കൂലി, ഇതിനു വേണ്ടി ഓടുന്ന ഒരു മണ്ഡലം. എന്നാൽ ഇതിൽ നിന്നും ഒരു പടി കൂടി ഉയർന്ന ഒരു മണ്ഡലമുണ്ട്. സ്തോത്രം. ഉയർന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് ഈ ദൂതന്മാർ താഴേക്ക് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകളെല്ലാം, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഈ ഭൗമിക മണ്ഡലത്തിനകത്തായിരിക്കുമ്പോൾ ദൂതന്റെ മണ്ഡലം അതിൽ നിന്നും ഒരു പടി കൂടെ ഉയർത്തിയ ഒരു മണ്ഡലത്തിനകത്താണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ചിന്ത ഈ ഭൂമിയിലല്ല, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലായിരിക്കട്ടെ. ആ മണ്ഡലം ഇന്ന് രാത്രി ഒന്ന് വെളിപ്പെട്ടു വരാൻ ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്തൊരു വലിയൊരു റിസൾട്ട് വെളിപ്പെടും. ഹല്ലേലൂയ, ആമേൻ. വായിച്ചാട്ടെ, ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. 1 രാജ 8:27. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ?
എങ്ങനെ പിടിച്ച് കർത്താവ് ഇപ്പൊ ഇറങ്ങണം എന്ന് കൽപ്പിക്കുകയല്ലേ? കുട്ടിച്ചാത്തനെ കുപ്പിക്കകത്താക്കുന്നത് പോലെ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ആമേൻ. അങ്ങനെയല്ല ഇവിടെ വായിച്ചത്. നിങ്ങളൊന്ന് വായിച്ചു കേട്ടോ. വായിക്കണമെങ്കിൽ ആ അധ്യായം നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കണം. 28-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം, 32-ാമത്തെ വാക്യം, 33-ാമത്തെ വാക്യം, 34-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിച്ചു നോക്ക്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദൂതുകൾ ചെറുതല്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ? സ്വർഗത്തിലും സ്വർഗത്തിലും നീ അടങ്ങിയിരിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ ആമേൻ അടങ്ങിയിരിക്കുന്നത് എങ്ങനെ? ഒരു ചോദ്യമാണ്. എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. ഇന്ന് ഭയങ്കര പണി കിടക്കല്ലേ? AC, ആമേൻ, അത് ഇത് ചപ്പ്, അതൊക്കെ നമ്മുടെ ഈ സൗകര്യത്തിനാ. ആമേൻ. ഇരുന്നാൽ ഇപ്പൊ സീറ്റൊക്കെ ആമേൻ നമുക്ക് പൊക്കാം താക്കാം, ആ നിലയിലൊക്കെ ആയിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സീറ്റൊക്കെ ഇപ്പൊ ഉയർത്താം. ഞാൻ ഒരു ചർച്ചിൽ വരുന്ന പാസ്റ്റർ സീറ്റ് ഉയർത്താം അല്ലെങ്കിൽ താത്തി വയ്ക്കാം. ഞാൻ ദൈവമേ, ഇവിടെ ഇത് പ്രശ്നമായ എല്ലായിടത്തും പ്രശ്നങ്ങളാ. അത് ഭൗമിക മണ്ഡലം. എന്നാ ആമേൻ സ്വർഗാദി മണ്ഡലത്തിനകത്ത് ഈ പ്രശ്നമൊന്നുമില്ല. ഹല്ലേലൂയ. ദൈവകുഞ്ഞ്, ഇന്ന് രാത്രി നിനക്ക് ഇവിടെ ഒരു പദവി ഇല്ലെങ്കിലും, ആമേൻ സ്വതം നിനക്ക് ഇവിടെ ഉയർന്നും പൊങ്ങിയ കസേരയില്ലെങ്കിൽ നീ പേടിക്കണ്ട. ഒരുത്തൻ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ ഇരിപ്പുണ്ട്. അവൻ നിന്റെ ആരാധന കൈക്കൊള്ളുന്നവനാണ്. ആമേ ചെറ്റക്കുടിലാണോ, പുല്ലുമേഞ്ഞ ആമേ സഭയാണോ, ചാണകം മെഴുകിയതാണോ, ആമേ അകത്തിടാൻ പായൊന്നുമില്ലയോ, മൈക്ക് സെറ്റൊന്നുമില്ലയോ, ഭാരപ്പെടണ്ട. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതാണ് വചനം പറയുന്നത്. കുറുകി നിരങ്ങുന്ന കുറുംപ്രാവേ, നിന്നിട വരാൻ കാലമായി. സ്തോത്രം. ഹല്ലേലൂയ. ആലയം നല്ലത്, ആമേ ടൈൽസ് നല്ലത്, ആമേ എല്ലാം നല്ലത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ വസിക്കുമോ? നോ. ഹല്ലേലൂയ. അത് മനുഷ്യന് കെട്ടി മറച്ച് അതിനകത്തിരിക്കാൻ വേണ്ടി മാത്രമുള്ളതാ. ഹല്ലേലൂയ. അത് മനുഷ്യനുള്ളതാ. പക്ഷേ ദൈവത്തിന് ഇവിടുത്തെ ആലയമൊന്നും വേണ്ട. ദൈവത്തിന് ആലയം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഓരോരുത്തരുമാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾ എൻ്റെ മന്ദിരമെന്നും എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവരെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞത് കർത്താവാണെങ്കിൽ ഇന്ന് രാത്രി ഈ ആലയത്തിലൊന്നും കർത്താവ് വസിക്കുന്നില്ല. ഒരു കൂടിവരവിൽ ഒരുമിച്ച് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് കർത്താവ് ഇറങ്ങി വരും, ആരാധന ലീഡ് ചെയ്യും, കർത്താവ് പോകും. പക്ഷെ അവിടെ വസിക്കുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. ഈ രാത്രിയിൽ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അധ്യായം നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കൂ. ആ അധ്യായം നിങ്ങൾ ഈ പറഞ്ഞ കുറുവാക്യങ്ങളെല്ലാം നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കണം. വായിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ തന്നെ ഒരു ആമേ സ്തോത്രം ഒരു ദൂത് കണ്ടെത്തിയാട്ടെ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ദൈവം നിന്നോട് പറയുന്ന ആലോചനകൾ ദൂതന്മാർക്ക് ഇന്ന് രാത്രി ചെയ്യാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർക്ക് ചിലത് ചെയ്യാൻ കഴിയും. പൊളിക്കുന്ന ശത്രുവിനെ മാറ്റി നിർത്തി പണിയാൻ കഴിയും. നമ്മുടെ കൈയിൽ കൂടെ ആലയം പണിയാൻ ദൈവം ഏൽപ്പിച്ചെങ്കിൽ അത് നന്മ കിട്ടാതിരിക്കില്ല. ഓരോ കല്ലുകളും ആലയത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം സ്വർഗ്ഗം നമുക്ക് തരും. ഉറപ്പായിട്ടും ഈ ഭൗമിക മണ്ഡലത്തിൽ പ്രതിഫലമില്ലെങ്കിലും, നമ്മെ റിജക്റ്റ് ചെയ്തെങ്കിലും, ആലയം പണി തീർന്നപ്പോൾ നമ്മുടെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മെ പിന്നെ അവിടുന്ന് പുറത്താക്കിയാലും പേടിക്കണ്ട. നീ ചെയ്തത് സ്വർഗത്തിലേക്ക് നോക്കിയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചെയ്യുന്നതെല്ലാം സ്വർഗത്തിലേക്ക് നോക്കിയ. ആ സ്വർഗത്തിലേക്ക് നോക്കി ചെയ്യുന്ന